ഞാൻ നടന്ന് എഹേ സെൻട്രൽ അവന്യൂ എന്ന ഭാഗത്തേക്കെത്തി. മൊബൈൽ ഫോണും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും ലഭിക്കുന്ന പ്രധാന സ്ട്രീറ്റാണിത്. അവിടെ പ്രധാനമായും വിൽക്കുന്നത് മൊബൈൽ ഫോണും ആക്സസറീസും കമ്പ്യൂട്ടറുമെല്ലാമാണ്. അവിടെ പിന്നിട്ട് ഞാൻ ഫ്രാൻസിസ്കോ മദേരോ അവന്യൂവിന്റെ തുടക്ക ഭാഗത്തേക്കെത്തി. ഇവിടെ ജനപ്രളയമാണ്. ഇതേ അവന്യൂവിലൂടെയാണ് നേരത്തെ ഞാൻ നടന്ന് മാർക്കറ്റിലേക്കും മറ്റും വന്നത്. നടക്കാൻ മാത്രമുള്ള പാതയാണ് ഫ്രാൻസിസ്കോ മദേരോ അവന്യൂ. പാത നിറഞ്ഞു നീങ്ങുകയാണ് ജനസഞ്ചയം. ഫ്രാൻസിസ്കോ മദേരോ അവന്യൂവിന്റെ ഓരങ്ങളിലെ കടകളിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വിചിത്ര രൂപം ധരിച്ച ചില ആളുകൾ നിൽപ്പുണ്ട്. രാവിലെ മുതൽ ആവിയിൽ പുഴുങ്ങുകയാവും അതിനകത്തുള്ളയാൾ. ഇതാണ് മദേരോ അവന്യൂവിലെ കാഴ്ച. നേരം വൈകുന്നേരം 3:30 കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഇതാണ് സ്ഥിതി. ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ ജനം ഒഴുകുന്ന തെരുവാണ് ഞാൻ കണ്ടത്. സൊക്കാളോ എന്നും പ്ലാസ ദെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടുന്ന പ്രധാന ചത്വരം ഈ അവന്യൂവിന്റെ അങ്ങേയറ്റത്താണ്. 3/4 കിലോമീറ്ററോളം നടക്കണം. അവിടം ലക്ഷ്യമാക്കി നടന്നു. അവന്യൂ സ്ക്വയറിലേക്ക് ചെന്നു ചേരുന്ന ഭാഗത്തു തന്നെയാണ് ഞാൻ മുറിയെടുത്തിരിക്കുന്ന ഹോട്ടൽ. ഇന്ന് പകൽ മുഴുവൻ നടന്ന് ഞാൻ മടുത്തിരിക്കുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും ഉറക്കമില്ലാത്ത വിമാനയാത്രയായിരുന്നു. ഇന്ന് രാവിലെ ഈ നഗരത്തിൽ വന്നിറങ്ങിയ ഉടനെ ഒന്ന് കുളിച്ച് നടക്കാൻ തുടങ്ങിയതാണ്. ആകെ ക്ഷീണിച്ചിരിക്കുന്നു. അല്പസമയം വിശ്രമിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്.